മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിലെത്തുമ്പോൾ അഴിഞ്ഞു വീഴുന്നത് കോൺഗ്രസിന്റെ പൊയ്മുഖമാണ്. കാരണം നമ്മളോട് പറഞ്ഞത് എന്തായിരുന്നു? കോൺഗ്രസ് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ഇവിടെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്, വി.ഡി. സതീശൻ കോൺഗ്രസ് പാർട്ടി വലിയ തോതിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എതിർക്കുന്നു, മാങ്കൂട്ടം സഭയിൽ വരുന്നതിനോട് താല്പര്യമില്ല എന്ന നിലപാടായിരുന്നു. എന്നാൽ ഇന്ന് മാങ്കൂട്ടം നമ്മളോട് പറഞ്ഞത് എന്താണ്? ഞാൻ പാർട്ടിയെ ധിക്കരിച്ച് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടം ഇന്ന് പറഞ്ഞത്. അതായത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിലിനോട് സഭയിൽ വരരുത് എന്ന് പറഞ്ഞിട്ടില്ല, പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ മാങ്കൂട്ടം അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അതല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം പറയണം, രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് കള്ളമാണ്, പാർട്ടിയെ ധിക്കരിച്ച് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം ഇന്ന് സഭയിലെത്തിയതെന്ന്. ഈ നിമിഷം വരെ അത് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കളുമായിട്ടുള്ള നേതൃത്വവുമായിട്ടുള്ള മാങ്കൂട്ടത്തിന്റെ ഒത്തുകളി വ്യക്തമാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കം മാത്രമായിരുന്നു ആ നടപടി. അതിനപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അണിയറയിൽ പിന്തുണയ്ക്കുക തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഇന്ന് സഭയിലെത്തിയതിനു ശേഷം പിന്നീട് പുറത്തിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പുറത്തു വന്ന ഓഡിയോ സന്ദേശങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അത് നിഷേധിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ഓഡിയോ സന്ദേശം നിങ്ങളുടേതാണോ എന്ന് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ആ ഓഡിയോ സന്ദേശം തൻ്റേതല്ല എന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മാങ്കൂട്ടം ചെയ്യേണ്ടത് എന്തായിരുന്നു? അത് എൻ്റേതല്ല എന്ന് പറയണമായിരുന്നു, അല്ലെങ്കിൽ അതിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയണമായിരുന്നു. ഇത് രണ്ടും ഉണ്ടായില്ല. ആ ചോദ്യത്തോട് പ്രതികരിക്കാതെ നിൽക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം ചെയ്തത്. മാങ്കൂട്ടത്തിന്റെ വാക്കുകളിലേക്ക്. നേതൃത്വത്തെയും പാർട്ടിയും ധിക്കരിച്ച് രാഹുൽ നിയമസഭയിലേക്ക് എന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ളൊരു കോൺഗ്രസിൻ്റെ പ്രവർത്തകനല്ല ഞാൻ. അപ്പം ഇപ്പോഴും സസ്പെൻഷനിലാണെന്ന് പറഞ്ഞാലും ഞാൻ പരിപൂർണമായി പാർട്ടിക്ക് വിധേയനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ്. മറ്റൊരു വാർത്ത വന്നത്, ഞാൻ ഇന്ന് ഏതൊക്കെയോ നേതാക്കന്മാരെ കാണാൻ ശ്രമിച്ചു, അവരാരും കാണാൻ സമ്മതിച്ചില്ല. ആ വിഷയത്തിലും എനിക്ക് പറയാനായിട്ടുള്ളത്, ഒരു സസ്പെൻഷൻ കാലാവധിയിൽ ഉള്ള ഒരു പ്രവർത്തകൻ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്നുള്ളൊരു ബോധ്യം ഈ പാർട്ടിയുടെ നിരവധി കാലമായിട്ടുള്ളൊരു പ്രവർത്തന നിലയിൽ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു നേതാവിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല. കാരണം സസ്പെൻഷൻ പീരീഡിന് ചില മാനദണ്ഡങ്ങളുണ്ട്. വ്യക്തിപരമായി കാണാൻ ശ്രമിച്ചിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല, ആരും അനുവാദം അതുകൊണ്ട് തന്നെ നിഷേധിച്ചിട്ടുമില്ല. ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കട്ടെ, ആ അന്വേഷണങ്ങൾ പുരോഗമിക്കട്ടെ. അതിൻ്റെ ഓരോ ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ നിങ്ങളോടെല്ലാവരോടും വളരെ കൃത്യമായി തന്നെ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കാം. രാഹുലിന് പറയാനുള്ളത് രാഹുൽ എന്നും പറയുന്നുണ്ട്. എങ്കിൽ പക്ഷെ രാഹുൽ പ്രധാനമായും പറയേണ്ടത് പുറത്തു വന്ന ഓഡിയോയെ കുറിച്ചാണ്. അതിലൊരു വിശദീകരണം രാഹുൽ നൽകൂ. അതൊന്ന് പറയും. അന്വേഷണ സംഘത്തിന്റെ പരിധി കാര്യങ്ങൾ വ്യവസ്ഥയിൽ ഞാൻ പറഞ്ഞു, ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലിരിക്കുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നിയമപരമായി നോക്കൂ, ആ ചോദ്യം നിഷേധിക്കാതെ രാഹുൽ മാങ്കൂട്ടം ഒളിച്ചോടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ വ്യക്തമല്ലേ? ആ ഓഡിയോ സന്ദേശത്തെ നിഷേധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുന്നില്ല. അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ ഓഡിയോ സത്യമാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഏറ്റവും വലുതെന്ന് പറയുന്നത് അവൻ്റെ സത്യസന്ധതയും അവൻ്റെ ആത്മബോധ്യവുമാണ്, അതല്ലെങ്കിൽ ആത്മാഭിമാനവുമാണല്ലോ. അതിന് ക്ഷതമേൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ എല്ലാവരും പ്രതികരിക്കും. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഇത്രയും നാളുള്ള ക്രെഡിബിലിറ്റിക്ക് മുഴുവൻ ക്ഷതമേറ്റ് നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ ഓഡിയോ സത്യമല്ലെങ്കിൽ അതിനെ തള്ളിപ്പറയാത്തത്? അത് മാത്രമാണ് ചോദ്യം. ഇപ്പോൾ ഷീജ ഒരിക്കൽ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. ഷീജ, നമ്മൾ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലെത്തുന്നതിനെ കുറിച്ചായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലെത്തിയപ്പോൾ ഇവിടെ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ഒരു വലിയ നരേറ്റീവ് ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെയും കോൺഗ്രസിൻ്റെയും എതിർപ്പുകൾ തള്ളിയാണ് രാഹുൽ മാങ്കൂട്ടം സഭയിലെത്തിയതെന്നാണ്. പക്ഷേ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയതിനു ശേഷം പറഞ്ഞ ആദ്യ വാക്കുകളിൽ അതിന് മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പാർട്ടിയെ ധിക്കരിച്ചിട്ടില്ല എന്ന്. അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? കോൺഗ്രസ് പാർട്ടിയോ അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ ഒരു ഘട്ടത്തിലും മാങ്കൂട്ടത്തിനോട് സഭയിൽ വരരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എന്നല്ലേ? അപ്പോൾ ഈ പുറത്ത് കണ്ടതൊക്കെ ഒരു ഒത്തുകളി മാത്രമാണെന്നല്ലേ?
തീർച്ചയായും മനു, കോൺഗ്രസിന്റെ ഒത്തുകളി തന്നെയാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം ഇന്ന് രാവിലെ തന്നെ സഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവിനെ കണ്ടപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ബോഡി ലാംഗ്വേജും അത്തരത്തിൽ തന്നെയായിരുന്നു. ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിപ്പോകുന്ന ഒരു സമീപനം മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിന് തൊട്ടു പിന്നാലെയാണ് സഭാ സമ്മേളനം ആരംഭിക്കുന്നു. സഭാ സമ്മേളനം ആരംഭിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സഭയിലേക്ക് രാഹുൽ കടന്നു വരുന്നത്. രാഹുൽ വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ആരാണ് എന്നുള്ളത് ഏറ്റവും പ്രസക്തമാണ്. അത് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായിട്ടുള്ള നേമം ഷജീർ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ രാഹുലിന്റെ സന്തത സഹചാരി കൂടി ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ രാഹുലിനെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ നിയമസഭ വരെ എത്തിക്കണമെങ്കിൽ ആ ഒരു പിന്തുണ രാഹുലിന് കിട്ടണമെങ്കിൽ എന്തായാലും നേതൃത്വം അറിയാതെ അത്തരത്തിലൊരു പിന്തുണ രാഹുലിന് ലഭിക്കുകയില്ല. മറ്റൊന്ന്, സഭാ സമ്മേളനം ആരംഭിച്ച് സഭാ സമ്മേളനം പൂർത്തിയാകുന്നതിന് മുമ്പ് ഇന്ന് ചരമോപചാരം മാത്രമാണ് ഉണ്ടായത്. ചരമോപചാരം പൂർത്തിയാക്കുന്നതിന് അല്പസമയം മുമ്പാണ് ഒരു കുറിപ്പ് പ്രതിപക്ഷ നിരയിലെ രണ്ടാം നിരയിൽ നിന്നും രാഹുലിന്റെ പക്കലേക്ക് എത്തുന്നു. ആ കുറിപ്പ് ലഭിച്ച ഉടൻ തന്നെ മറുപടി നൽകിക്കൊണ്ട് അവിടെ നിന്നും രാഹുൽ പുറത്തേക്ക് ഇറങ്ങുന്നതാണ് നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത്. അങ്ങനെ രാഹുൽ പുറത്തേക്ക് വന്ന് ആദ്യം പുറത്തേക്ക് വന്നപ്പോൾ മാധ്യമങ്ങളെ കാണുവാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. അതിനുശേഷമാണ് പ്രതിഷേധങ്ങളൊക്കെ രാഹുലിന് നേരിടേണ്ടി വന്നു. അതിനുശേഷമാണ് ഈ മാധ്യമങ്ങളെ കാണുന്നതിന് വേണ്ടി തയ്യാറായത്. മാധ്യമങ്ങളെ കണ്ട സമയത്ത് രാഹുൽ പറഞ്ഞ കാര്യവും ഏറെ പ്രസക്തമാണ്. മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സമയത്തും താൻ നേതൃത്വത്തിനെതിരെ പോകില്ല എന്നുള്ളൊരു വാക്ക് അതാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്താലും ഞാൻ എന്നും കോൺഗ്രസുകാരനായി തന്നെ തുടരും, കോൺഗ്രസുകാരനായി തന്നെ പ്രവർത്തിക്കും എന്നുള്ളതാണ് രാഹുലിന്റെ മറുപടി എന്ന് പറയുന്നത്. അപ്പോൾ സംസ്ഥാന നേതൃത്വം, കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിലെ മുതിർന്ന നേതാക്കളുടെ പിന്തുണ രാഹുലിനുണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതിപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആകട്ടെ, അല്ലെങ്കിൽ UDFന്റെ കൺവീനർ അടൂർ പ്രകാശ് ആകട്ടെ, പ്രതിപക്ഷ നേതാവ് VD സതീശനാകട്ടെ, ആരും തന്നെ രാഹുൽ തള്ളി പറഞ്ഞിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു ഒത്തുകളി തന്നെയാണ് ഇന്നിപ്പോൾ രാഹുലിനെ നിയമസഭയിലേക്ക് എത്തിച്ചതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. പുറത്ത് അവർ ഒരു തരത്തിൽ ഉള്ള സമീപനം എടുക്കുമ്പോൾ മറ്റൊരു തരത്തിലുള്ള അന്തർധാര ഇവർക്ക് രാഹുലുമായി ഉണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതിനൊപ്പം തന്നെ രാഹുൽ മറ്റു വിഷയങ്ങൾ, രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിട്ടുള്ള ഓഡിയോ അടക്കമുള്ള കാര്യങ്ങൾ നിഷേധിച്ചിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രസക്തം തന്നെയാണ്. മനു, തീർച്ചയായും ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടവും കോൺഗ്രസും തമ്മിലുള്ള ഒത്തുകളി അതിങ്ങനെ അന്തർധാര സജീവമായി തന്നെ തുടരുകയാണ്. പുറത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞങ്ങൾ നടപടിയെടുത്തു എന്നൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിനെ സഭയിലെത്തുന്നതിൽ നിന്ന് കോൺഗ്രസ് വിലക്കിയിട്ടില്ല എന്ന് തന്നെയാണ് വസ്തുത. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ പറയുന്നത് പോലെ പ്രതിപക്ഷ നേതാവിൻ്റെയോ പാർട്ടിയുടെയോ എതിർപ്പ് മറികടന്നൊന്നുമല്ല രാഹുൽ സഭയിലേക്ക് വന്നത്. അവരുടെ പിന്തുണയോടുകൂടി തന്നെയാണ് സഭയിലേക്ക് വന്നത്. അതല്ലെങ്കിൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് കള്ളമാണെന്ന് പ്രതിപക്ഷ നേതാവോ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളോ നമ്മളോട് പറയട്ടെ. അത് അന്നേരം നമുക്ക് അതിനെക്കുറിച്ച് പരിഗണിക്കാം. നിലവിൽ നമ്മുടെ മുൻപിലുള്ള വസ്തുതകൾ വെച്ച് മാധ്യമങ്ങൾ പറയുന്നത് തെറ്റാണ്. രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിന്റെ അറിവോടെ തന്നെയാണ് ഇന്ന് സഭയിലേക്ക് എത്തിയതും ഈ കണ്ട നടപടികളൊക്കെ നമ്മൾ കണ്ടതും.